മലയാളത്തിന്റെ അതുല്യ കലാകാരൻ മധുവിനിന്ന് 92-ാം പിറന്നാൾ. ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകമായും പ്രണയാതുര നായകനായും പ്രതിനായകനായുമൊക്കെ മലയാള സിനിമയിൽ പകർന്നാട്ടം നടത്തിയ മധുവിന്റെ അഭിനയ നിമിഷങ്ങൾ ഒരു മലയാളിക്കും മറക്കാൻ കഴിയില്ല. ചെമ്മീനിലെ പരീക്കുട്ടിയുടെ ഹൃദയഭേദകമായ വാക്കുകൾ മലയാള സിനിമയുടെ ഫ്ലാഷ് ബാക്കിന്റെ ഫ്രെയിമുകളിൽ ഒരു നൊസ്റ്റാൾജിയ പോലെ ഇന്ന് നിറഞ്ഞു നിൽപ്പുണ്ട്. പുറക്കാട്ട് കടപ്പുറത്ത് കറുത്തമ്മയെ തേടിയലഞ്ഞ പരീക്കുട്ടി എന്ന ദുരന്ത കാമുകനിലൂടെ മലയാള സിനിമാസ്വാദകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു മധു എന്ന നടൻ. മലയാള സിനിമയുടെ ഫ്രെയിമുകളിൽ മധു എന്ന പ്രതിഭ കടന്നുപോകാത്ത മേഖലകൾ നന്നേ കുറവാണ്. പക്ഷേ കാലം മധുവിലെ നടനെ വിലയിരുത്തുന്നത് പകർന്നാടിയ കഥാപാത്രങ്ങളുടെ പേരിലായിരിക്കും. ചെമ്മീനിലെ പരീക്കുട്ടി, ഭാർഗവി നിലയത്തിലെ സാഹിത്യകാരൻ, ഉമ്മാച്ചുവിലെ മായൻ, ഓളവൻ തീരത്തിലെ ബാപ്പൂട്ടി, നാടൻ പ്രേമത്തിലെ ഇക്കോരൻ, വിത്തുകളിലെ ഉണ്ണി, ഏണിപ്പടികളിലെ കേശവപിള്ള, കള്ളിച്ചെല്ലമ്മയിലെ അത്രാം കണ്ണ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒട്ടും മങ്ങലേൽക്കാതെ നിൽക്കുകയാണ്. നാടകാഭിനയം തലയ്ക്ക് പിടിച്ച് കോളേജ് അധ്യാപക ജോലി ഉപേക്ഷിച്ചാണ് മാധവൻ നായർ എന്ന മധുവിന്റെ കലാജീവിതത്തിന്റെ തുടക്കം. പിന്നീട് സിനിമയിലേക്കുള്ള രംഗപ്രവേശം. നസീറും സത്യനും കത്തി നിന്ന കാലത്താണ് വേറിട്ട അഭിനയ ശൈലിയുമായി മധുവിന്റെ വരവ്. ജോൺ ഇബ്രഹാമും അടൂരും PN മേനോനും അടക്കമുള്ള നവസിനിമാക്കാരുടെയും പരീക്ഷണ നായകനായി മധു. 1962-ലാണ് മാധവൻ നായർ എന്ന മധു മൂടുപടം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെ നിണമണിഞ്ഞ കാൽപ്പാടുകളിലും അദ്ദേഹം അഭിനയിച്ചു. 2 ചിത്രങ്ങളും മലയാള സാഹിത്യത്തിൽ തലപ്പൊക്കം നേടിയ 2 സാഹിത്യ സൃഷ്ടികളായിരുന്നു. ആദ്യത്തേത് SK പൊറ്റക്കാടിന്റേതും രണ്ടാമത്തേത് പാറപ്പുറത്തിന്റേതും. അമിതാഭ് ബച്ചന്റെ അരങ്ങേറ്റ ചിത്രം സാത്ത് ഹിന്ദുസ്ഥാനിയിലൂടെ ബോളിവുഡിലും എത്തി മധു. കാലം മാറുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ വേഷങ്ങളിലും മാറ്റം വന്നു. മുഖ്യധാരാ സിനിമകളിലും സമാന്തര സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. അതുകൊണ്ട് തന്നെ മധു എന്ന നായകനെ മനസ്സിൽ കുടിയിരുത്തിയ ആരാധകർ കുടുംബനാഥനും മുത്തച്ഛനുമായൊക്കെ അദ്ദേഹം എത്തിയപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മധുവിന്റെ ജീവിതം ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. സംവിധായകൻ, നിർമ്മാതാവ്, സ്റ്റുഡിയോ ഉടമ, സ്കൂൾ ഉടമ, കർഷകൻ തുടങ്ങിയ റോളുകളിലും അദ്ദേഹം തിളങ്ങി. മലയാള സിനിമയെ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നടന്ന കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് വള്ളക്കടവിൽ ഉമാ സ്റ്റുഡിയോ സ്ഥാപിച്ചത്. മറ്റു പല സിനിമാ നിർമ്മാതാക്കൾക്കും ഈ സ്റ്റുഡിയോ അനുഗ്രഹമായി. 1970-ൽ പുറത്തിറങ്ങിയ പ്രിയയായിരുന്നു മധു ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. തുടർന്ന് 14ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു.